SFIO വന്ന മാസപ്പടിയിൽ ഏകദേശ കാരണങ്ങൾ ധാരണയായി വന്നപ്പോഴാണ് ED മാസപ്പടിയിൽ ഏറ്റെടുത്തത്. അതുപോലെ തന്നെ പിന്നാലെ തന്നെ ഇപ്പോഴിതാ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ കാര്യവും ഏകദേശ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി തന്നെ ഇത്രയും ദിവസം ഒളിപ്പിച്ചു വെച്ച 5 രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു പറയുന്നത്. ഈ അക്കൗണ്ടിന്റെ വിവരങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ED കൈമാറിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് ഒരു കേന്ദ്രമുള്ളതുപോലെ ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനും ഒരു ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാവിന് ബന്ധമുണ്ടെന്നും ഒരു കേന്ദ്രമുണ്ടെന്നും ഇന്ത്യയുടെ തന്നെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ വിവരങ്ങൾ EDക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. 5 രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ റിസർവ് ബാങ്കിലും ധനമന്ത്രാലയത്തിനും നൽകിയിട്ടുണ്ട്. ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് വായ്പകൾ വിതരണം ചെയ്തു. വൻതോതിൽ ഭൂമി വാങ്ങാനും ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചു എന്ന ആരോപണം ശക്തമായുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനം എടുക്കണമെന്നാണ് EDയുടെ ആവശ്യം. ഈ കരുവന്നൂരിൽ ED നിലപാട് കടുപ്പിക്കുന്നതിന്റെ സൂചനയാണ് ഇത്. രഹസ്യ അക്കൗണ്ടുകൾ ഓഡിറ്റിംഗിൽ നിന്നും മറച്ചുവെച്ചുവെന്നും ED ആരോപിക്കുന്നുണ്ട്. കരുവന്നൂരിൽ നിക്ഷേപകരുടെ പണം തട്ടിയെടുത്തവർ എത്ര ഉന്നതരാണ് എന്നും അത് എത്ര ഉന്നതരായാലും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ED പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് തിരിച്ചു നൽകുമെന്നും ഇതിന് പിന്നിലെ നിയമ സാധ്യത പരിശോധിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി അടിവരയിട്ട് പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് BJPയുടെ ബൂത്ത് തല പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. ഇതിന് പിന്നാലെയാണ് EDയുടെ ചടുലമായ നടപടികൾ. കരുവന്നൂരിൽ ചില ഉന്നത CPM നേതാക്കളെ ED അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും ഇതോടുകൂടി വ്യക്തമാവുകയാണ്. ഏതായാലും കമ്മീഷന്റെ നിലപാടുകൾ നിർണായകമാകും. CPMന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള ED നീക്കമാണ് ഇതെന്നും വിലയിരുത്തലുണ്ട്. ഇതിനൊപ്പം തന്നെ ചില ഉന്നതരെ ED അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും ഏറെയാണ്. അതിരൂക്ഷമായാണ് ഈ വിഷയത്തിൽ 2 ദിവസം മുമ്പ് മോദി പ്രതികരിച്ചത്. ബാങ്കിൽ കൊള്ള നടത്തിയവരിൽ ഇടതുപക്ഷത്തെ ഉന്നതരായ നേതാക്കളുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. സാധാരണക്കാരുടെ പണം തട്ടിയെടുത്തത് ഇവരാണെന്നും പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയം മുഖ്യമന്ത്രിയുടെ പടിവാദിക്കൽ വരെ എത്തി. കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. കേരളത്തിലെ സഹകരണ മേഖലയിലെ അഴിമതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി ആലത്തൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസുവിന് ഉറപ്പ് നൽകിയിരുന്നു. CPM നേതാക്കളുടെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ വലിയ തോതിലുള്ള തട്ടിപ്പുകളാണ് നടക്കുന്നത് എന്നും കരുവന്നൂരിലുണ്ടായ തട്ടിപ്പ് ഇത്തരത്തിലുള്ളതാണ് എന്നും സ്ഥാനാർത്ഥി പറഞ്ഞതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയത്.